വയനാട് ഓരോ നിമിഷവും നമ്മളെ വല്ലാതെ നോവിപ്പിക്കുകയാണ്. എന്താ പറയുക, ചൂരൽമല മുണ്ടക്കൈ ഭാഗം നിശേഷം തകർന്നു. അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ, അയൽത്തുകാരെ നഷ്ടപ്പെട്ടവർ, ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ തീരാ ദുഃഖങ്ങളുടെ ഒരു നൊമ്പരമായി മലയാള സമൂഹം ദിവസവും കാണുകയാണ്. കാര്യം നമുക്ക് വേറെ ഒന്നിനെപ്പറ്റി ചിന്തിക്കാനില്ല. വയനാട് നമുക്ക് വലിയൊരു നൊമ്പരം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ ആണ് ഉണ്ടായിരിക്കുന്നത് വയനാട്. 2 പ്രദേശം തന്നെ ഇല്ലാതായി. എന്താ പറയുക, ക്ഷേത്രങ്ങൾ, പള്ളികൾ, സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗം. അവിടേക്ക് ആയിരങ്ങൾ പ്രവഹിക്കുന്നുണ്ട്. കാരണം അതിനെ സന്നദ്ധ ഭടന്മാരെ എല്ലാവരും എന്താ പറയുന്നത്, തങ്ങളെക്കൊണ്ടാകുന്ന സഹായം ചെയ്യുക എന്നുള്ള മലയാളികളുടെ ഒരു ശീലമുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് എല്ലാവരും നീങ്ങുന്നത്. തങ്ങളെക്കൊണ്ടാവുന്ന സഹായം അവിടെ എത്തിക്കുക, ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ തുണികൾ, അതുപോലെ ഭക്ഷണ സാധനങ്ങൾ, വെള്ളം എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും പലയിടത്തായിട്ട് ശേഖരിക്കുന്നുണ്ട്. അതെല്ലാം എത്തിക്കുക എന്നുള്ള ഒരു ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ 200 ചില്ലാനം ആൾക്കാരെയോടും കണ്ടെത്താനുണ്ട് എന്നുള്ള ഒരു വാദമുണ്ട്. അപ്പം അവരെ തിരഞ്ഞുള്ള ഒരു വശത്ത് നടക്കുന്നു. അതിൽ ഇപ്പോഴും ജീവനോടുള്ളവർ കാണാം, ഇല്ലാത്തവർ കാണാം. എല്ലാവരെയും നമ്മൾ രക്ഷപ്പെടുത്തുക. കാരണം ആന പിടിക്കാൻ പറ്റാത്ത പോലുള്ള മരങ്ങളും പാറകളും ഒക്കെയാണ് അവിടെ വന്ന് അടിഞ്ഞിരിക്കുന്നത്. അതുമല്ല മലമ്പ്രദേശമാണ്, വാഹനങ്ങളൊക്കെ എത്തിപ്പെടാൻ വലിയ പാടാണ്. അങ്ങനെയൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, മണിക്കൂറിന് നമ്മൾ TV വെക്കും, മിനിറ്റുകൾക്കകം മരണസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇത്രമേൽ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല. സാധാരണ ഒരു ഉരുൾപൊട്ടലിന് 50-60 കൂടി വന്നാൽ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിപ്പോയി അല്ലേ. അപ്പോൾ അത് ഒരു വശത്ത് നടക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, പലരും സേവന തൽപരായ പലരും ഒരു വശത്ത് ആഹാര സാധനങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ മലയാളികളുടെ ഒരു ഒത്തൊരുമ ഇവിടെയും പ്രകടമാണ്. അത് നമുക്കറിയാം. നമ്മൾ ആപത്ത് വരുമ്പം നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കും. അതുതന്നെയാണ്. അതിനിടയിൽ നമ്മളെ സജിൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിങ്ങനെയാണ്: ഞങ്ങൾ ഇടുക്കിയിലാണ്, എങ്കിലും വയനാട്ടിൽ വന്ന് മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും എൻ്റെ കുടുംബവും തയ്യാറാണ്. ഞങ്ങൾക്കും ഉണ്ട് കുഞ്ഞുമക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു പോസ്റ്റ് ഇട്ട്, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഒക്കെ വെച്ചാണ് സജിൻ പോസ്റ്റ് ഇട്ടിരുന്നത്. അതിന് താഴെ നിരവധി കമൻറ്റുകൾ വന്നു. നമ്മൾ ഇത്രയും നാളും കാണാത്ത ഒരു പോസ്റ്റ് തന്നെയാണ്. കാരണം കുഞ്ഞു മക്കൾ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പോയവരുണ്ട്. അച്ഛനമ്മമാർ എവിടെയാണെന്ന് അറിയാൻ വയ്യാത്ത ഒത്തിരി കുഞ്ഞു മക്കളുണ്ട്. അവരെപ്പറ്റി ഓർക്കുമ്പോൾ നമുക്ക് എപ്പോഴും വിഷമമാണ്. കുഞ്ഞുമക്കളുടെ മുഖം എന്ന് പറയുന്നത് നമുക്കൊരു നൊമ്പരമാണ്. എല്ലാവരുടെയും മനസ്സിലൊരു നോവലായിട്ട് അവരിങ്ങനെ ആഹാരം കഴിക്കുക. അവർക്കൊന്നും അറിയില്ല. അവർക്ക് ഉരുൾപൊട്ടൽ അറിയില്ല, മഴവെള്ളപ്പാച്ചിൽ അറിയില്ല. അവർക്ക് സമയത്തിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ മുലപ്പാൽ കഴിച്ച് വളരുന്ന കുട്ടികൾക്കാണെങ്കിൽ അത് കിട്ടിയേ പറ്റും. അവർ വേറെ ആഹാരമൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. മുതിർന്നവർക്ക് വേറെ എങ്കിലും ആഹാരം കൊടുക്കാം. ആ സമയത്താണ് സേവന സന്നദ്ധരായി ഞാനും എൻ്റെ കുടുംബവും മുലപ്പാൽ കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് സജിനും കുടുംബവും രംഗത്ത് വന്നു. ഞാൻ പറഞ്ഞില്ലയോ, സത്യം പറഞ്ഞാൽ ഇന്നേ വരെ ആരും ചിന്തിക്കാത്തൊരു കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് പോസിറ്റീവായ കമൻറ്റുകൾ ഒത്തിരി വന്നിട്ടുണ്ട്. അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കില്ലല്ലേ, നമ്മൾ ഇത്രയും നാളും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയും അതിൻ്റെ കുടുംബം തയ്യാറാകുകയും
ഇന്ന് ഞാൻ ആ പോസ്റ്റ് നോക്കിയപ്പോൾ അവർ വയനാട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെയായി. അപ്പം യാത്ര തിരിക്കുകയും ചെയ്തു. അപ്പം അവരുടെ ആ നല്ല മനസ്സിനെ എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ടും ഒക്കെ അതിൻ്റെ താഴെ കമൻറ്റുകൾ ഒത്തിരി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ചില വ്യക്തികൾ വളരെ വൾഗറായിട്ട് ചില കമൻറ്റുകൾ ഇട്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് ഫേക്ക് അടിയെന്നായിരിക്കും ഇത് വരുന്നത്. സ്വന്തമായിട്ട് മിലാഫുള്ളവനൊന്നും ഇങ്ങനെ കമൻറ്റുകൾ ചെയ്യത്തില്ലെന്നാണ് എൻ്റെ തോന്നൽ. പക്ഷേ അതിന് താഴെ വന്നേക്കുന്ന ചില കമൻറ്റുകൾ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ചില പുഴുക്കുത്തുകളുമുണ്ട്. നമ്മൾ ഒന്നിച്ച് നിൽക്കണ്ട, ഓരോ മനുഷ്യനും അവനെ കൊണ്ടാവുന്ന സഹായം ചെയ്യുമ്പം ഒന്നിച്ച് നിൽക്കേണ്ട മലയാളികൾ. ഇതിൻ്റെ ഇടയ്ക്ക് പുഴുക്കുത്തായിട്ട് ചിലതൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഇതിന് കഷ്ടം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കാരണം അതിനുപരി വലിയ വലിയ വാചകങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അവൻ്റെ ഒന്നും സംസ്കാരം നമ്മൾ അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതേ ഇല്ല എന്നുള്ള മോശം കമൻറ്റുകൾ. അതിൽ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയില്ല. പല വീഡിയോ പലരും ഇടുമ്പോൾ അതിന് താഴെ വന്ന് കമൻ്റ് ഇടുന്നവർ നമുക്കറിയാം. പക്ഷെ അത് സാഹചര്യം വേറെയാണ്. ഇത് വളരെ ഗൗരവതരമായൊരു സാഹചര്യമാണ്, കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. ഇതെൻ്റെ താഴെയും വന്ന് കമൻ്റ് ഇടാൻ ഇവൻ്റെയൊക്കെ മനസ്സെന്താണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായി വിലാസമോ ഇതൊന്നും ഉള്ളവനൊന്നും ഇടത്തില്ല. കാരണം ഫേക്ക് അടിയിൽ നിന്ന് തന്നെ ആയിരിക്കും അത് വന്നിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരും ഈ നാട്ടിലുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം മനുഷ്യന് കണ്ടോ, ചില സമയത്ത് മനുഷ്യൻ നിസ്സഹായനാവസ്ഥ ആയിപ്പോവും. കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർ. വയനാട്ടിലെ നമ്മൾ ചില വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് അകപ്പെട്ട അവസ്ഥ തന്നെയാണ്. ഏത് മനുഷ്യനും അകത്തപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഇച്ചിരി വസ്തുവും പെരയും ഒക്കെ വിറ്റ്, അല്ലെങ്കിൽ മക്കളുടെ വിവാഹം അല്ലെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോഴത്തേന് അവൻ്റെ ഒരു ആയുസ് തീരും. അപ്പോൾ ആ ഒരു വീടും ചെറിയ വീടും ഒക്കെ വെക്കണമെന്നാണ് എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീട് വെക്കണം, ഈ ഇച്ചിരി മഴവെള്ളം നനയാതെ ഇരിക്കണമെന്ന് ചിന്തിക്കുന്നവൻ. അപ്പോൾ അതിനകത്ത് അവൻ കിടന്നുറങ്ങിയപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം മിക്കവാറും ഈ മഴവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്ന രാത്രി നേരങ്ങളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് കാണുമെന്നുള്ളത്. പകലൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എല്ലാവരും ചിലപ്പം വീട്ടിൽ കാണണമെന്നില്ല. അപ്പം അങ്ങനെ രക്ഷപ്പെട്ടു പോവാം. പക്ഷേ ഇതെല്ലാവരും കൂടെ ഒന്നിച്ച് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഉറങ്ങുമ്പോഴാണ് ഈ വെള്ളം വരുന്നത്. കിടക്കുന്നവർ തന്നെ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം. അതിനിടയിൽ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭം. വയനാടെന്നല്ല, ഞാൻ പറഞ്ഞില്ലേ, കേരളമെന്നല്ല, ലോകത്തിൻ്റെ ഇവിടെ ഏത് മനുഷ്യൻ എന്തെന്ന് അനുഭവിച്ചാലും നമ്മളെ കൊണ്ടാകുന്ന പോലെ ചെയ്യുന്നവനാണ് മലയാളികളുടെ രീതി. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളൂ. ആദ്യമേ മുന്നിട്ടിറങ്ങുന്നത് നമ്മൾ തന്നെയാണ്. അത് നമ്മൾ പലപ്പോഴും നമ്മളെല്ലാം മറക്കും. രാഷ്ട്രീയമായാലും മതമായാലും എല്ലാം മറക്കുന്ന ഒരു രീതി തന്നെയാണ്. അതിന് നമുക്ക് അഭിമാനമുണ്ട് തന്നെ. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ചില പുഴുക്കുത്തുകളും ഉണ്ട്. അവരെ എങ്ങനെ ഒറ്റപ്പെടുത്താൻ, എന്ത് പറയാനാ എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് നമ്മൾ ഇന്ന് കണ്ട ഏറ്റവും ദുഃഖകരമായ സംഗതി. ഇത് വളരെയധികം ഞാൻ പറഞ്ഞില്ലയോ, വയനാട്ടിലെ കാര്യം നമ്മളെ വേദനിപ്പിക്കുന്ന മനസ്സിന് ചില ഇങ്ങനെയുള്ള ചില ആൾക്കാർ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ എന്ന് ആലോചിക്കുമ്പോഴേ വലിയ വിഷമമുണ്ട്. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും ഫിജിനും സംഘവും സേവന സന്നദ്ധരായിട്ട് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും ഇട്ടേക്കാം. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ എന്താ പറയുക, നമ്മളെന്ത് പറയാനല്ലേ, അത് ഒരു മനസ്സിൽ നിന്ന്, നല്ല മനസ്സിൽ നിന്നുണ്ടാകുന്ന ചില തീരുമാനങ്ങളാണ്. അത് എല്ലാവർക്കും അത് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.